ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? ദൈവ സന്നിധിയിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ വല്ല യോഗ്യതയും ഉണ്ടോ നമുക്ക് ദൈവം തന്ന നന്മകൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ? സ്തോത്രം. ദൈവം നമ്മെ ഓർത്തു. ദൈവം നമ്മെ ഓർത്തു. ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, ഒന്നും ഉണ്ടായിട്ടല്ല. വല്ലതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പറയാൻ? ഇല്ല. പക്ഷെ ദൈവം നമ്മെ ഓർത്തു എന്ന് ഉറപ്പുള്ളവർ കരം ഉയർത്തി ഹല്ലേലൂയ പറയാ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഓർത്ത 4 കാര്യങ്ങളുണ്ട്. മനുഷ്യൻ ഓർക്കാതിരുന്ന ഒരു സംഭവമുണ്ട്. മനുഷ്യൻ ഓർത്ത ഒരു സംഭവമുണ്ട്. ഇങ്ങനെ 6 ഓർമ്മകൾ ഓർത്തത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് ഓടിച്ചൊന്ന് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 8-ാമത്തെ അധ്യായം 1-ാമത്തെ ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടാണ് നോഹ പെട്ടകം പണിതത്. ദൈവം കൽപ്പിച്ച പ്രകാരം അതിൻ്റെ പണിയൊക്കെ നോഹ ചെയ്തു. ഒടുവിൽ ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളും നോഹയുടെ അടുക്കലേക്ക് പെട്ടകത്തിൽ കയറാൻ കടന്നു വന്നു. ഇതിൻ്റെ പിന്നാലെ, അവിടെ വാക്യം വായിപ്പിക്കുന്നില്ല, ഇതിൻ്റെ പിന്നാലെ നോഹ പോകേണ്ടി വന്നില്ല. ദൈവം തമ്പുരാൻ തന്നെ സകല മൃഗങ്ങളെയും ഈരണ്ടായി നോഹയുടെ പെട്ടകത്തിലേക്ക് കൊണ്ടുവന്നു. അവ മുഴുവനും പെട്ടകത്തിലേക്ക് കയറി. എന്നാൽ നോഹ ചെയ്തത് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ ചിലതിനെ അവൻ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിച്ചു. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. പെട്ടകത്തിൽ നീ ഇറങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിന് യാഗമർപ്പിക്കാൻ, ദൈവത്തിന് സ്തുതി കരേറ്റുവാൻ അവൻ ശുദ്ധിയുള്ള മൃഗങ്ങളിൽ ചിലതിനെ പ്രത്യേകം എടുത്ത് പെട്ടകത്തിൽ കയറ്റി. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തെ ആരാധിക്കുന്നവരാ, നാം ദൈവത്തെ സ്തുതിക്കുന്നവരാ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാ. എങ്ങനെ ആയിരിക്കണം? വിശുദ്ധിയോടെ വേണം നാം ദൈവത്തെ ആരാധിക്കാൻ. സ്വതന്ത്രം. ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കരുത്. കഴിഞ്ഞ 21 ദിവസങ്ങളിലായി ദൈവം നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ആമേൻ. അപ്പൊ നോക്കിയേ, നോഹയെയും അവന്റെ കുടുംബത്തെയും പെട്ടകത്തിലുള്ള സകല മൃഗങ്ങളെയും ദൈവം എന്ത് ചെയ്തു? ഓർത്തത്. കാരണം ദൈവം തമ്പുരാനാണ് ആ മൃഗത്തെ മുഴുവനും, ആ മൃഗങ്ങളെ മുഴുവനും ഈ പെട്ടകത്തിൽ കയറ്റിയത്. അതുകൊണ്ട് ദൈവത്തിന് ഓർക്കാതിരിക്കാൻ ഒക്കത്തില്ല. പ്രിയ ദൈവമൈതലെ, നിന്നെയാ ദൈവസഭയ്ക്കുള്ളിൽ പ്രവേശിപ്പിച്ചത്. രക്ഷയിലേക്ക് നിന്നെ കൊണ്ടുവന്നത് ദൈവമാ. അതുകൊണ്ട് ദൈവത്തിന് നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാ. 2 ദൈവം ഓർത്ത കാര്യം. അതിൻ്റെ തന്നെ 9-ാം അധ്യായം എടുത്ത് 9-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കാം. 9-ാം അധ്യായം 15-16 വാക്യങ്ങൾ. എന്റെ നിയമം ഞാൻ ഓർക്കും. അടുത്തത് പ്രളയമായി തീരുകയില്ല എന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ട് ആകാശത്തിൽ ഒരു അടയാളം വെച്ചു. നമുക്കറിയാം അടയാളം എന്നതാ. ഒരു
മഴവില്ല്. ഒരടയാളം വെച്ച് എന്നതാ അത് കാണുമ്പോൾ ഓർത്തോടും, ദൈവമിനി ഭൂമിയെ മുഴുവനും, സകല ജീവജാലങ്ങളെ മുഴുവനും, മാനവരാശിയെ മുഴുവനും വെള്ളത്താൽ നശിപ്പിക്കുകയില്ല. ദൈവം നിനക്കൊരു ഉടമ്പടി ചെയ്താൽ, ദൈവം ഒരു അടയാളം തന്നാൽ, അവൻ അത് പാലിക്കുക തന്നെ ചെയ്യും. നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനത് പാലിക്കുന്ന ദൈവമാ. ശക്തനായ അവൻ വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അവൻ വാക്കു പറഞ്ഞാൽ മാറിപ്പോകുന്നവൻ അല്ല. അവൻ നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് ചെയ്ത ഉടമ്പടി അവൻ ഓർക്കും. Praise the Lord. ദൈവം നമ്മെ ഒരു നാളും മറക്കുന്നവനല്ല, അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. അതിനടയാളമായിട്ടൊരു മഴവില്ല് ദൈവം ആകാശത്ത് വെച്ചു. ഇനി ഞാൻ ഭൂമിയെ, സകല ജീവജാലങ്ങളെ ഞാൻ ജലപ്രളയത്താൽ നശിപ്പിക്കൽ. എന്നാൽ അവിടെയൊക്കെ ഈ ജലപ്രളയം ഉണ്ടാകുന്നുണ്ട്, പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ പരോക്ഷമായിട്ട് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ദൈവം തമ്പുരാൻ വാക്ക് പറഞ്ഞെന്താ? ആ 15-ാം വാക്യം, അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. എങ്ങനെ? ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. പക്ഷേ അവിടെ കുറേശ്ശെ പ്രളയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഇന്നത്തെ പത്രത്തിലുണ്ട് കടൽ ഇളകാൻ പോകുന്നു എന്ന്. ഇന്നത്തെ പത്രം വായിച്ചുകൊണ്ടവർക്കറിയാം, കടൽ ഇളകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് സംസാരിച്ചതാ, തിരുവനന്തപുരം പട്ടണത്തെ വെള്ളത്തിലാക്കുമെന്ന്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആമീൻ. കടൽ ഇളകിയാലോ, ആമീൻ, ദൈവം ചെയ്ത നിയമോ അവൻ പാലിക്കേണ്ടതിന് ഈ തിരുവനന്തപുരത്ത് ഒരു നാശവും സംഭവിക്കാതിരിപ്പാൻ മണലുകൊണ്ട് അതിരിട്ട ദൈവം. ദൈവത്തിന് കഴിയും കേട്ടോ, ദൈവത്തിന് കഴിയും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഓർത്ത മൂന്നാമത്തെ സംഭവം. ആമീൻ. 19-ാം അധ്യായം 29-ാമത്തെ വാക്യം. 19-ന്റെ എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയില്ല. ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിക്കും. ആ ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ എന്ത് ചെയ്യുമെന്നാ? എന്താ കാര്യം? ദൈവം അബ്രഹാമിനെ ഓർത്ത്. പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ദൈവം എനിക്ക് പിന്നിൽ ചിലരെ ഓർത്തത് കൊണ്ടാ. എനിക്ക് വേണ്ടി കരഞ്ഞ കണ്ണുനീരൊഴുക്കിയ എൻ്റെ മാതാവിനെ ദൈവം ഓർത്തു. അതുപോലെ അനേകരെ ദൈവം ഓർത്തത് കൊണ്ട്. പത്തനംതിട്ടയിൽ ഒരു ഭാഗത്ത് കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഓരോരുത്തരെ പരിചയപ്പെട്ടു വരുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സഹോദരിയും ഭർത്താവും എൻ്റെ അടുക്കൽ വന്നെച്ച് പറയാം, ജയൻ പാസ്റ്ററേ, ഞങ്ങളുടെ എനിക്ക് അവരെ അറിഞ്ഞൂടാ, ആദ്യമായിട്ട് കാണുക. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ, ശ്രദ്ധിക്കണം, കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദിവസവും നടത്തുന്ന പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ 3 ദൈവദാസന്മാരെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്ന് ജയൻ പാസ്റ്ററാണ്. ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ അന്ന് വരെ വിചാരിച്ചിരുന്നത് എൻ്റെ കഴിവ് കൊണ്ടാ, എൻ്റെ മിടുക്കുകൊണ്ടാ നിൽക്കുന്നതെന്ന്. അല്ല, നമ്മുടെ പിന്നിൽ ദൈവം ചിലരെ ഓർത്തു. നമ്മിൽ കൂടി വിടിവിക്കപ്പെടാനുള്ള നിന്നിൽ കൂടി വിടിവിക്കപ്പെടുവാനുള്ള ചില ജീവിതങ്ങളെ ദൈവം ഓർത്തിട്ടാ നിന്നെ നിർത്തിയിരിക്കുന്നത്. ആമേൻ.
ഓടാ റാബാ ശന്തനാദഗസിയ. ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ എന്ത് ചെയ്തു? വിടുവിച്ചു. ലോത്തിനെ വിടുവിച്ചു. അപ്പൊ ദൈവം നമ്മെ ഓർത്ത് ചിലതിനെയൊക്കെ വിടുവിക്കും അല്ലേ? ആമേൻ. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമ്മെ അവൻ ഓർക്കുമെന്ന് ആമീൻ. ദൈവസന്നിധിയിൽ ആമീൻ സമയം വേർതിരിഞ്ഞിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പൈതല്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുന്ന ദൈവത്തിന്റെ പൈതല്, അവൻ നിന്നെ ഓർക്കാതിരിക്കത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാ. സ്തോത്രം. നാം ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പിന്നിൽ ദൈവം ചിലരെ ഓർത്തു. അപ്പൊ അബ്രഹാമിനെ ഓർത്ത് ദൈവം സോദോം ഗോമോറ പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ അതിനകത്തുനിന്ന് ലോത്തിനെ എന്ത് ചെയ്തു? വിടുവിച്ചു. സ്തോത്രം. അങ്ങനെ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മെ ഓർത്ത് ദൈവം അവരെ വിടുവിക്കും. സ്തോത്രം. ആമേൻ. അവൻ നമ്മെ ഓർക്കുന്ന ദൈവം. നാലാമത് ദൈവം ഓർത്ത വിഷയം, അതിൽ 30-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. 30 ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. മതി. ദൈവം റാഹേലിനെ ഓർത്തു. ഏത് വിഷയത്തിലാ? തലമുറയുടെ വിഷയത്തിൽ. തലമുറ ഇല്ലാതിരുന്ന അവസ്ഥയിൽ ദൈവ റാഹേലിനെ ഓർത്ത് അവളുടെ ഗർഭത്തെ തുറന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് ജനിച്ച തലമുറയെ ഓർത്ത് ആമീൻ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്നെ ഓർത്ത് നിന്റെ തലമുറയെ അവൻ വിടുവിക്കുന്നവരാ. തലമുറ ഇല്ലാത്ത കുടുംബത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നിന്നെ ഓർത്ത് ആമീൻ തലമുറയെ അവൻ നിനക്ക് നൽകുന്നവരാ. ആമേൻ. വിശ്വാസത്തോട് നമുക്കത് ഏറ്റെടുക്കാം. ആമേൻ. നിന്റെ തലമുറയെ ഓർത്ത് ഞരങ്ങുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഓർക്കുന്നവരാ. ആമേൻ. ദൈവം റാഹേലിനെ ഓർത്തു, അവളുടെ ഗർഭത്തെ തുറന്നു. ദൈവത്തിന് കഴിയുമെന്ന്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇംപോസിബിൾ എന്നൊരു വാക്ക് ഇല്ല. വിശ്വസിക്കുന്നുണ്ടല്ലോ? ദൈവത്തിന് കഴിയും. ദൂതൻ വിളിച്ചു ചോദിക്കുക, യഹോവയ്ക്ക് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഗർഭപാത്രം ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്ത വ്യക്തിയിൽ ട്യൂബിൽ കൂടി അവൻ ശിശു ഉരുവായി ജനിച്ച സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. സ്വത്രം. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. റാഹേലിനെ ദൈവം ഓർത്തു. ഏത് വിഷയത്തിലാ? തലമുറയുടെ വിഷയത്തിൽ. ഒരുപക്ഷെ നമുക്ക് തലമുറയുണ്ട്. ആ തലമുറയെ ചിന്തിച്ച് ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നിന്നെ ഓർത്ത് നിന്റെ തലമുറയെ വിടുവിക്കുന്നവനാ. സ്വത്രം. ആമേൻ. അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാ. റാഹേലിനെ ഓർത്തതുപോലെ അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാ. സ്തോത്രം.
ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. ദൈവം തമ്പുരാൻ ഓർത്ത 4 വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു. എന്നാൽ മനുഷ്യൻ ഓർക്കാത്ത ഒരു വിഷയം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. 40-ാം അധ്യായത്തിലേക്ക് വരാം. 40-ാം അധ്യായം 23-ാമത്തെ വാക്യം. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ഇവൻ ഓർത്തില്ല. പാനപാത്രവാഹന്റെ പ്രമാണി യോസേഫ് പറഞ്ഞത് ഓർത്തില്ല. ഇവനൊരു സ്വപ്നം കണ്ടു. കുണ്ടറയിൽ കിടക്കുമ്പോൾ സ്വപ്നം കണ്ടു. അതിൻ്റെ വ്യാഖ്യാനം യോസേഫ് പറഞ്ഞു കൊടുത്തു. അതുപോലെ സംഭവിച്ചു. പാനപാത്രവാഹരുടെ പ്രമാണിയെ രാജാവ് തിരികെ എടുത്തു ജോലിയിൽ. അപ്പക്കാരുടെ പ്രമാണിയെ കൊന്നും കളഞ്ഞു. ഇവൻ ജോലിയിൽ പ്രവേശിക്കാൻ പോകുമ്പോൾ, കാരാഗൃഹത്തിന് പുറത്തു പോകുമ്പോൾ യോസേഫ് ഒരു കാര്യം പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എൻ്റെ അവസ്ഥ നിനക്കറിയാം, ഞാൻ നിരപരാധിയാണ്. ഇവനത് അറിയാം. അതുകൊണ്ട് രാജാവിൻ്റെ അടുക്കൽ നീ ചെല്ലുമ്പോൾ എന്നെ എന്ത് ചെയ്യണം? ഓർക്കണം. നീ ഒന്ന് ഓർക്കണം. എന്നെ ഈ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. നീ എന്നെ ഓർക്കണം. പക്ഷേ 2 വർഷങ്ങൾ ഇവൻ ഈ കാര്യം, പ്രിയ ദൈവവേദനേ, നമ്മെ ഓർക്കാമെന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ, നിന്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഓർത്തോളാം, ഞാൻ കരുതാം, ഞാൻ തരാം, സഹായിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ തന്ന പല പ്രിയപ്പെട്ടവരും നമ്മെ മറന്ന സാഹചര്യമില്ലേ? മറന്ന അനുഭവങ്ങളില്ലേ? സ്തോത്രം. എന്നാൽ ശ്രദ്ധിക്കൂ, അവർ നമ്മെ മറന്നാലും ഓർക്കാതെ വിട്ടുപോയാലും നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. കാരാഗൃഹത്തിൽ നിന്ന് യോസേപ്പിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടതാ. ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും, ആരൊക്കെ നിന്നെ മറന്നാലും, നിന്നെ മറക്കാത്ത ഒരുവനുണ്ട്. അവൻ നിന്നെ ഓർപ്പിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്നവനാണ്. ഫറവോന് 2 സ്വപ്നം ഇട്ടുകൊടുത്തിട്ട് ദൈവം തമ്പുരാൻ ഈ പാനപാത്രവാഹകനെ യോസേപ്പിനെ ഓർക്കത്തക്കവണ്ണം പ്രവർത്തിച്ചു. ദൈവത്തിന് വഴികളുണ്ടെന്ന്. നിന്റെ കടഭാരം മാറ്റാൻ ദൈവത്തിന് വഴികളുണ്ടെന്ന്. നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ ദൈവത്തിന് വഴികളുണ്ടെന്ന്. നിന്റെ തലമുറയുടെ കെട്ടുപണി നടത്താൻ, ഭാവി വിവാഹം ക്രമീകരിക്കാൻ ദൈവത്തിന് വഴികളുണ്ട്. സ്തോത്രം. അവൻ നമ്മെ ഓർക്കുന്ന ദൈവം. ഇവിടെ ഈ പാനപാത്രവാഹകൻ യോസേഫിനെ എന്ത് ചെയ്തു? മറന്നു. ഓട്ടെ, അങ്ങനെ മറക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അത് നിരാശപ്പെടുകയൊന്നും വേണ്ട. പക്ഷെ നമ്മെ മറക്കാതെ ഓർക്കുന്ന ഒരുവനുണ്ട്. ഇനിയും 6-ാമത്തെ നാം ഓർക്കുന്ന ഒരു സംഗതിയാണ്. ഓർത്ത സംഗതി വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 9-ാമത്തെ വാക്യം. യോസേഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത്. യോസേഫ് അവരെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ ഓർത്തു. തന്റെ സഹോദരന്മാർ തന്റെ മുൻപിൽ ആകാരത്തിനായി വന്ന് 2 കൈ നീട്ടി കെഞ്ചി തരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവിടെ വായിക്കുന്നത് യോസേഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നം ഓർത്തു. നിന്നോടൊരാലോചന ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഒരരുളപ്പാട് നിന്നോട് ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അന്നേരം നീ ഓർക്കും, എനിക്ക് തന്ന വെളിപ്പാട് കറക്റ്റാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരു വെളിപ്പാട് തന്നാൽ, ദൈവം ഒരു ആലോചന തന്നാൽ, ദൈവം ഒരു അരുളപ്പാട് തന്നാൽ, ദൈവം ഒരു പ്രവചന ശബ്ദം നമ്മെ കേൾപ്പിച്ചാൽ, ദൈവം അതെനിക്ക് തന്നതാണെന്ന് ഓർക്കത്തക്ക നിലവാരത്തിൽ അവനത് നിവർത്തിപഥത്തിലേക്ക് നയിപ്പിക്കുന്ന ദൈവമാ. ഈ 2024 നിന്റെ കുടുംബത്തില്, നിന്റെ തലമുറയില് വെളിപ്പെട്ടു വരേണ്ട ദൈവത്തിന്റെ ആലോചന അവൻ നിവർത്തിക്കും.
ശാന്തനായ കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കുക. ഓ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല, അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ദൈവം ഒരു ദർശനം തന്നാൽ, വെളിപ്പാട് തന്നാൽ, ആലോചന തന്നാൽ അവനത് നിവർത്തീകരിക്കും. നാം ഓർക്കത്തക്കവണ്ണം ദൈവമാണ് എന്നോട് സംസാരിച്ചു എന്ന് ഓർക്കത്തക്ക നിലവാരത്തിൽ അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, വേദവസ്തു അടച്ചു വെക്കാം. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. സമാധാനത്തോടെ എല്ലാവർക്കും പിരിഞ്ഞു പോകാം.